നിലമ്പൂരിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 263 ബൂത്തുകളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. 14 പ്രശ്ന സാധ്യത ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇന്ന് രാവിലെ തന്നെ വോട്ട് ചെയ്യും. എം സ്വരാജ് ഇപ്പോൾ ക്യൂബിലാണ്. സ്വതന്ത്രമായി മത്സരിക്കുന്ന PV അൻവറിന് ഈ മണ്ഡലത്തിൽ വോട്ടില്ല എന്ന വാർത്ത കൂടിയുണ്ട്. നിലമ്പൂർ ടൗണിൽ നിന്ന് ദീപക് തർമ്മളം ചേരും. അതുപോലെ നിലമ്പൂർ നഗരസഭയിൽ നിന്ന് വിപിൻ സി വിജയൻ, പോത്തുകൽ ബൂത്തിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ, എടക്കര ബൂത്തിൽ നിന്ന് സുഹൈൽ മുഹമ്മദ്, അമരമ്പലം ബൂത്തിൽ നിന്ന് നിതിൻ അംബുജൻ, കരുളായി ബൂത്തിൽ നിന്ന് സമീർ ബിൻ കരീം, വഴിക്കടവിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, മുത്തേടം ബൂത്തിൽ നിന്ന് വിഷ്ണു സുരേഷ്, ചുങ്കത്തറയിൽ നിന്ന് മിഥില ബാലൻ എന്നിവർ എനിക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം ദീപക് തർമ്മണത്തിലേക്ക്. ദീപക്, നിലമ്പൂർ ടൗണിൽ എം സ്വരാജ് ക്യൂവിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ ആളുകൾ എത്തിയിരിക്കുന്നു. മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? മഴ അല്പം മാറി നിൽക്കുന്നു. ഒരുപക്ഷെ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിന് പ്രകൃതി പോലും അനുകൂലമായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ കാണാം. കാരണം അത്രമേൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള, കേവലം 8 മാസത്തേക്കുള്ള ഒരു സാമാജികനെ തിരഞ്ഞെടുക്കുന്നതിലപ്പുറത്തേക്ക് കേരള ഭരണ തുടർച്ചയുടെ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ടെസ്റ്റ് കേസ് എന്നുള്ള നിലയിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ സൂചനകൾ, പോളിംഗ് സൂചനകൾ കാണുമ്പോൾ കനത്ത പോളിംഗിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ്. കാരണം കാലത്തു തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എം സ്വരാജ് LDF സ്ഥാനാർത്ഥി ഇപ്പോൾ സ്വന്തം നാട്ടിലെ ബൂത്തിൽ 202 ബൂത്താണ്. ആ ബൂത്തിൽ ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വരാജ് എത്തിയിരിക്കുന്നത് അച്ഛനോടൊപ്പമാണ്, പിതാവിനൊപ്പമാണ് എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അച്ഛൻ്റെ, കാരണം സ്ഥാനാർത്ഥി ബൂത്തിൽ നിന്നും പ്രതികരിക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനോട് ചോദിക്കാം. മകൻ സ്ഥാനാർത്ഥിയായി പോളിംഗ് സ്റ്റേഷനിൽ വരുമ്പോൾ മകനൊപ്പം വോട്ട് ചെയ്യാൻ വരികയാണ്. നല്ല കാര്യമല്ലേ? അതിലെ സന്തോഷം, വിജയപ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. വിജയപ്രതീക്ഷയുണ്ട്. മോൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് എന്നുള്ള ഈ പ്രചരണ ഘട്ടത്തിലൊക്കെ തോന്നിയോ? അതിന് മുമ്പ് തന്നെ എനിക്കറിയാം. അപ്പോൾ ഈ രാവിലെ തന്നെ വലിയ തിരക്കാണ് പോളിംഗ് സ്റ്റേഷനിൽ കാണുന്നത്. മഴയൊട്ട് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു എന്തിൻ്റെ സൂചനയായി കാണും? അതൊരു നല്ല സൂചനയാണ്. പോളിംഗ് ശതമാനം കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു. SKN, ഈ ആദ്യ സൂചനകൾ, ഒരുപക്ഷെ പോളിംഗ് സ്റ്റേഷനിലെ തിരക്കുകൾ കാണുമ്പോൾ നമുക്ക് ഇതിനകം തന്നെ ഏതാണ്ട് 10ഓളം വോട്ടുകൾ പോൾ ചെയ്ത് കഴിഞ്ഞു. 7 മണിക്ക് തുടങ്ങിയ ഉടനെ തന്നെ 10ലേറെ വോട്ടുകൾ പോൾ ചെയ്തു. ഇപ്പോഴും ക്യൂ തുടരുകയാണ്. ഈ ക്യൂവിൻ്റെ അവസാനത്തേക്ക് നമ്മുടെ രാജേഷ് വള്ളരി കൊണ്ട് വരുമ്പോൾ നമുക്ക് കാണാം ഏതാണ്ട് 10-25 പേർ ഇപ്പോൾ തന്നെ ഈ ബൂത്തിൽ ക്യൂവിലുണ്ട്. തൊട്ടപ്പുറത്തെ ബൂത്തിലും ഇതുപോലെ തന്നെ സമാനമായ ക്യൂ കാണാം. സ്വരാജിൻ്റെ മുഖത്ത് ആ ഒരു വലിയ സന്തോഷം കാണാനുണ്ട്. ക്യൂവിൽ നോക്കിക്കൊണ്ട് സ്വരാജ് ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വരാജ് പറഞ്ഞത് ഏറെ സന്തോഷം, വലിയ വിജയപ്രതീക്ഷ എന്നുള്ളതാണ്. പൊതുവിൽ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ രീതിയിലുള്ള പ്രചരണമായിരുന്നു. അത് ചാലിയാറിൻ്റെ പരപ്പോളം, നിലമ്പൂർ തേക്കിൻ്റെ കാതലോളമുള്ള കാമ്പുറ്റ പ്രചരണമായിരുന്നു. ആ പ്രചരണം എത്രമേൽ വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കും? ഉപതെരഞ്ഞെടുപ്പിൽ സാധാരണ പോളിംഗ് ഉയരുകയാണ് പതിവ്. ആ പതിവ് ഇവിടെയും ഉണ്ടാകുമോ?